ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണ്ടേ നല്ല അടിപൊളി കടുക്ക ഫ്രൈ ആണ്. കടുക്ക റോസ്റ്റ് അതൊന്ന് പേരി നോക്കുകൊണ്ടി. അപ്പം നമ്മളതിൻ്റെ പൊളിച്ചതിൻ്റെ കാമ്പൊക്കെ എടുത്ത് നമ്മൾ മസാല കൂട്ടാൻ പോകട്ടോ. അപ്പം നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക്, ഒരു 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ ഉപ്പിടണം. ഇത് ഫ്രൈ ചെയ്യാൻ മാത്രം കേട്ടോ. അപ്പം നന്നായിട്ട് ഉപ്പും മസാലപ്പൊടികളൊക്കെ യോജിപ്പിക്കണം കേട്ടോ. ഒക്കെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് മതി. കടായി ചട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഒരൊറ്റ ഇല്ല് കറിവേപ്പ് ഉപ്പിട്ട് കൊണ്ടൊന്ന് ഇളക്കണ്ട ഇതിക്ക് വേണ്ടി. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ഇതൊന്ന് വരക്കെടുക്കണം കേട്ടോ. ഉള്ളി ഇടുക. നല്ലോണം ആ എണ്ണയിൽ തന്നെ ഇട്ടുകാണ്ട് നല്ലോണം മൂപ്പിക്കണം. നല്ലോണം വരച്ച് മൂപ്പിച്ചെടുക്കണ്ട. ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതിട്ട് കൊടുക്കാം. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് അത് നല്ലോണം ഇട്ടൊന്ന് വരക്കണം. അപ്പോൾ നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വാട്ടാം. അപ്പോൾ നമുക്കിനി ഉപ്പും കറിവേപ്പും ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യും. അപ്പോൾ ഏകദേശം ഈ പാകം ആവണം. കണ്ടില്ലേ? ഇതിൽ പിന്നെ വെള്ളം കമ്മിയാണെന്ന് തോന്നിയാൽ കുറേശ്ശെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. എന്നാൽ പിന്നെ മസാലകളൊക്കെ കൈ തന്നെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം 1 സ്പൂണോളം നമുക്ക് സോയാ സോസ് വേണ്ട. പിന്നെ നമുക്ക് ഗ്രീൻ ചില്ലി, ലേശം ഗ്രീൻ ചില്ലിയും വേണം. പിന്നെ റെഡ് ചില്ലി ഒക്കെ ലേസിച്ച് മതി. പിന്നെ ടൊമാറ്റോ ഒക്കെ കുറേശ്ശിട്ടിട്ട് ഒന്നും കൂടി വഴറ്റണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ഫ്രൈ ആക്കി വെച്ച കടുക്ക അതിട്ട് കൊടുക്കുക. ഇതിക്ക് നമ്മൾ മറ്റേ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സകല ടേസ്റ്റും പോകും. അപ്പോൾ അത് ഇടാതെ വേണം നോക്കാൻ. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൽ പിന്നെ നമ്മൾ കളറുകളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഒക്കെ നാച്ചുറലായി കിടക്കും. കളർ ഇട്ട് കഴിഞ്ഞാൽ എന്താ, അത് ഒരു ഒക്കത്തിൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്നുള്ള അറിയണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലേശം പുതിനൻ്റെ ചപ്പ് പുതിന രണ്ടും കൂടി കുറച്ചിട്ടാ അതും കൂടി ഇട്ടാണ്ട് മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളെ കടുക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ടാകും. ഇത് നമ്മളിങ്ങനെ മസാല കൂട്ടി 10 മിനിറ്റ് ഉള്ളിൽ വെച്ചിട്ട് ഇതാക്കില്ല. കടുക്കൻ്റെ ടേസ്റ്റ് എന്താ ആ ടേസ്റ്റ് കൊണ്ടില്ല. കൂടുതൽ മസാല ഒന്നും ഇടാതെ ഒക്കെ പേരുണ്ടായിക്കോട്ടെ. ഇപ്പോൾ കടുക്കൊക്കെ വില എത്ര സമയമാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ